ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് UK ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മിക്ക ബ്രാൻഡഡ് ഷോപ്പുകളിലും ബ്ലാക്ക് ഫ്രൈഡേ പ്രമാണിച്ച് കുറച്ച് ഓഫറുള്ള സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. ചിലയിടത്ത് 20%, ചിലയിടത്ത് 30, 50, 60 അങ്ങനെ ഓരോ കടയിലും അവരവരുടെ ഇതനുസരിച്ച് കുറേ ഓഫറുകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് ഡിസൈൻഡ് ഔട്ട്ലെറ്റ് വരെ പോയായിരുന്നു. അപ്പോൾ ഈ ആഴ്ച വീണ്ടും ഒരു തവണയും കൂടെ ഔട്ട്ലെറ്റ് വരെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെറിയൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വന്ന കാര്യം നമ്മുടെ സ്വിൻഡനിൽ. അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വന്നിട്ട് കഴിഞ്ഞ ദിവസം നടന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഔട്ട്ലെറ്റിലേക്ക് പോകുന്ന വഴി മിക്ക ഷോപ്പുകളും തന്നെ തുറന്ന് ആക്റ്റീവായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ പകലായിരുന്നത് കൊണ്ട്, പകലെന്ന് പറഞ്ഞാൽ വെട്ടമുള്ള സമയം ആയിരുന്നത് കൊണ്ട് ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭംഗിയുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ രാത്രിയിൽ ക്രിസ്മസ് മാർക്കറ്റൊക്കെ കാണാനായിട്ടാണ് ഇഷ്ടം. നമ്മൾ 2:30 അടുപ്പിച്ചാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കൂടെ നടക്കുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറുടെ വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ 1 മണിക്കൂറുടെ വെയിറ്റ് ചെയ്ത് അത്യാവശ്യം രാത്രി അവിടെ. കാരണം ഇവിടെ 3:30 തൊട്ട് ഇപ്പോൾ രാത്രിയാണ്. വലിയ സുഖമൊന്നും ഇല്ലാത്ത ഏർപ്പാടാണ് നേരത്തെ രാത്രിയാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ലിറ്ററലി ലൈക്ക് എ ഡിപ്രസിങ് ക്ലൈമറ്റ്. പക്ഷെ നമുക്ക് വേറെ നിവർത്തിയൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നുകൂടെയും ചോദിക്കുമായിരിക്കും, അയ്യയുടെ അങ്ങനെ വരുന്നില്ല. ക്രിസ്മസ് മാർക്കറ്റിലെ നടപ്പൊക്കെ കഴിഞ്ഞ് ആദ്യമേ നമ്മൾ വന്ന് കയറിയത് H&Mലാണ് കേട്ടോ. H&M ഔട്ട്ലെറ്റിൻ്റെ ഭാഗമല്ല, നമ്മുടെ സ്വിൻഡൻ്റെ ടൗൺ സെൻറ്ററിൽ തന്നെ ഉള്ള ഷോപ്പാണ്. ഇങ്ങനെ കയറി ഇറങ്ങി എല്ലാം കണ്ടൊക്കെ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഫ്രൈഡേക്ക് വരുന്ന ഈ ഓഫർ വെർത്താണോ എന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഓഫർ കഴിഞ്ഞിട്ട് കാണുന്ന റേറ്റ് പോലും വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നാറ്. ഞാനിപ്പോൾ എവിടെ കടകളിൽ ചെന്നാലും എനിക്ക് വാങ്ങാനുള്ള സാധനങ്ങളെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്: ആവശ്യം, അനാവശ്യം, അത്യാവശ്യം. ഇതിനകത്ത് അത്യാവശ്യത്തിനകത്തും വരുന്നതാണെങ്കിൽ ഞാൻ വാങ്ങിക്കാറുണ്ട്. അനാവശ്യ കാറ്റഗറിയിലാണ് മിക്ക സാധനങ്ങളും തന്നെ വരാറ്. അപ്പോൾ ഞാൻ മാക്സിമം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ സ്വിൻഡനിലെ ഡിസൈനർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ആകെപ്പാട് സ്വിൻഡനിലുള്ളൊരു മോള് പോലെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം കഴിഞ്ഞ ദിവസത്തിന് പുറത്തുള്ള ക്രിസ്മസ് മാർക്കറ്റൊക്കെ ചെറിയൊരു വ്ളോഗിൽ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്ന് M&Sലാണ് കയറി. ഇവിടെ വന്ന് 2-3 ടോപ്പൊക്കെ എടുത്ത്, ടോപ്പും അതുപോലെ തന്നെ ജീൻസും ഒക്കെ എടുത്ത് ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഒന്നും തന്നെ വാങ്ങിച്ചില്ല, ബിക്കോസ് ദാറ്റ് വാസ് കമ്മിങ് അണ്ടർ അനാവശ്യം കാറ്റഗറി. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ കുറച്ച് ക്യാൻഡിൽസ് ഒക്കെ ഇങ്ങനെ മണത്ത് നടന്നു കേട്ടോ. ക്രിസ്മസിൻ്റെ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ക്രിസ്മസി ആയിട്ടുള്ള സ്മെല്ലുകളെന്നാണ് ഇവർ പറഞ്ഞത്. അതായത് നമ്മുടെ സിന്നമണിൻ്റെ ഒക്കെ സ്പൈസി ആയിട്ടുള്ള സ്മെല്ലുകളൊക്കെ ആയിരിക്കും ഇവിടുത്തെ മിക്ക ക്യാൻഡിൽസിനും. വേറെ ഒരു എക്സ്ട്രാ ക്യാൻഡിൽ ഷോപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞാൻ പോയി കയറിയായിരുന്നു. ഇതപ്പോൾ കിഡ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഇവർ ഒരുക്കിയേക്കുന്ന ഒരു ഏരിയ ആണ്. കുട്ടികൾക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് കളിക്കാനും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ രണ്ടാമത് ക്യാൻഡിൽ ഷോപ്പായിരുന്നു കണ്ടത്. അവിടെ ഞാൻ അധികം വീഡിയോസ് എടുത്തില്ല, കാരണം അവർ എടുക്കുന്ന ക്യാൻഡിൽ വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ക്യാൻഡിലിന് 13 പൗണ്ട്സൊക്കെയാണ് കണ്ടത്. അതായത് നാട്ടിൽ 1300 രൂപ. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് കയറിയേക്കുന്നതാണ് ലിൻഡിറ്റിൻ്റെ ഷോപ്പിൽ. ലിൻഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇവിടുത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. ഞാൻ നന്നായിട്ട് കഴിക്കാറുണ്ട്, കാരണം നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ഒക്കെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കഴിക്കാറുള്ളൊരു സാധനമാണ്. അല്ലാതെ ഞാൻ അങ്ങനെ പൈസ കൊടുത്ത് അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാനായിട്ട് മാക്സിമം പ്രിഫർ ചെയ്യാതിരിക്കുക. എന്നാലും ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ എനിക്ക് തോന്നാറുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവറിത്തിങ് അൺഹെൽത്തി ഈസ് സോ ടേസ്റ്റി. പണ്ടൊക്കെ ഈ ഷുഗർ പോയ്സണാണ്, അതുപോലെ തന്നെ ഫുഡിനകത്തൊക്കെ നിറച്ച് കലോറി എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം ഫുഡുകൾ എന്തായാലും സമാധാനത്തോടെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാ സമാധാനവും പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പുറത്ത് നല്ല തണുപ്പും കാറ്റും മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞൊരു ചൂട് ചായ കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമൊക്കെ തോന്നില്ലേ. പക്ഷേ അതിനുള്ള നിവൃത്തി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കോസ്റ്റയിൽ നിന്ന് ഒരു കോഫിയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തൊരു തൊപ്പിയായിരുന്നു കേട്ടോ മുന്നേ കണ്ടത്. ആ തൊപ്പിക്കെന്ന് പറഞ്ഞാൽ 11.5 പൗണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് 22 പൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫർ കഴിഞ്ഞിട്ടാണ് 11.5 പൗണ്ട്. ഒരു തൊപ്പിക്ക് 11.5 പൗണ്ട്. നാട്ടിൽ 1100 രൂപ ദഹിക്കാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് ഇറങ്ങിപ്പോന്നു. അവിടെ നിന്ന് നമ്മളിതേ അടുത്ത സ്ഥലത്ത് കയറിയേക്കുന്നതാണ് ഇന്ത്യൻ ഷോപ്പാണ് കേട്ടോ. ഇന്ത്യൻ ഷോപ്പിൽ നമ്മുടെ നാട്ടിലെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടാ പൊള്ളുന്ന വില ആ സാധനങ്ങൾക്കൊക്കെ. ഇവിടെ നമ്മുടെ ഉണ്ണിയപ്പം, പഴംപൊരി, സമൂസ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാം ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ട് റെഡി ടു ഈറ്റ് ആണ്. അപ്പം സംഭവമൊക്കെ സൂപ്പറാണ്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വില. അപ്പോൾ ആ ഒരു പാക്കറ്റ് 5 പഴംപൊരിയൊക്കെ ഉള്ളൊരു പാക്കറ്റിനെന്ന് പറഞ്ഞാൽ 3 പൗണ്ടാണ്. 5 പഴംപൊരിക്ക് നാട്ടിലെ 300 രൂപ. നാട്ടിലായിട്ട് കമ്പയർ ചെയ്യുന്ന പരിപാടി ഞാൻ പണ്ടേ നിർത്തി. തന്നാലും ഇടയ്ക്കൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്കുള്ള നടപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.